നിരുപമ പ്രഭയണിഞ്ഞിരുന്നവൻ പഴന്തുണി ധരിച്ചത് ചെറിയ സംഗതിയോ. ആഗമനകാലം 3-ാം ഞായറിലേക്ക് സഭ ഇന്ന് പ്രവേശിക്കുകയാണ്. മാനസാന്തരത്തിന് യോജിച്ച ഫലം ഓരോരുത്തരുടെ ജീവിതത്തിൽ നിന്നും പുറപ്പെടണമെന്ന് ലൂക്കാ സുവിശേഷകൻ ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കും. എന്തായിരുന്നു ആ മാനസാന്തരം? മറ്റൊരു സുവിശേഷകന്മാർക്കും പറയാൻ സാധിക്കാത്ത വിധത്തിൽ വളരെ മനോഹരമായി ലൂക്കാ സുവിശേഷകൻ ആ ഒരു മാനസാന്തരം ഓരോരുത്തരുടെ ജീവിതം കൊണ്ട് വ്യക്തമാക്കുകയാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ 3 കൂട്ടർ മനുഷ്യരാണ് യോഹന്നാന്റെ മുമ്പിൽ സംസാരിക്കുന്നത്. 1 ജനക്കൂട്ടം, 2 ചുങ്കക്കാർ, 3 പട്ടാളക്കാർ. ജനക്കൂട്ടത്തോട് പറയുന്നതൊക്കെ പരസ്പര സ്നേഹത്തിൻ്റെ കഥകളാണ്. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ സഹോദരനുമായി നാം ഇടപെടുമ്പോൾ ഉണ്ടാകുന്ന സ്നേഹത്തിൻ്റെയും കരുണയുടെയും ഭാഷയാണ് യോഹന്നാൻ ആവശ്യപ്പെടുന്നത്. അതൊരു മാനസാന്തരത്തിൻ്റെ പാഠമാണ്. ഓരോ നിമിഷവും തൻ്റെ മുമ്പിലിരിക്കുന്ന ഓരോരുത്തരെയും വളരെ ഗൗരവത്തോടെ കണ്ടുകൊണ്ട് അവരുടെ ആവശ്യം പറഞ്ഞ് പെരുമാറണമെന്നത് മാനസാന്തരത്തിൻ്റെ ആദ്യ പാഠം. സ്നേഹം ഉള്ളിൽ സൂക്ഷിക്കണമെന്ന ഓർമ്മപ്പെടുത്തൽ. 2 ചുങ്കക്കാർ. ചുങ്കക്കാർ ആ കാലഘട്ടത്തിൻ്റെ ചുങ്കം പിരിച്ച് ജീവിച്ചവരാണ്. റോമാ സാമ്രാജ്യത്തിന് വേണ്ടി ചുങ്കം പിരിച്ചുകൊണ്ട് പാവങ്ങളുടെ മേൽ അതിപ്രസരം നടത്തിയവരാണ്. പക്ഷെ ഒരു വ്യത്യസ്തത ഇവിടെ കാണുന്നത്, സ്നാപക യോഹന്നാൻ ഇവർ ചെയ്യുന്ന ജോലിയെ ഉപേക്ഷിക്കാൻ ആവശ്യപ്പെടുന്നില്ല. അത് വളരെ മനോഹരമാണ്. അതേപോലെ തന്നെ പട്ടാളക്കാരോടും പറയുന്നത്, നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾ നീതിപൂർവ്വം പെരുമാറണം എന്ന കാര്യത്തെക്കുറിച്ചാണ്. നിങ്ങൾ ആരെയും ഭീഷണിപ്പെടുത്തരുത്, വ്യാജമായി കുറ്റാരോപണം അരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരാളുടെ ജോലി ഉപേക്ഷിക്കാതെ തന്നെ എന്തുമാത്രം നീതിയോടെ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയുമെന്നൊക്കെ സ്നാപക യോഹന്നാൻ പഠിപ്പിക്കുന്നുണ്ട്. ഇത് 2ാമത്തെ പാഠമാണ്. നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നാം അയക്കുന്ന അവസ്ഥയിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് എന്തുമാത്രം നന്മയോടെ ജീവിക്കാൻ സാധിക്കും. ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നുകൊണ്ട് എന്തുമാത്രം സുവിശേഷം പ്രഘോഷിക്കാൻ സാധിക്കും. ഇതാണ് ഈ മാനസാന്തരത്തിൻ്റെ വളരെ പ്രാക്ടിക്കലായിട്ടുള്ള ഒരു പാഠം. ഈ പ്രാക്ടിക്കൽ വശമാണ് ഇന്ന് സ്നാപക യോഹന്നാൻ തൻ്റെ മുമ്പിലുള്ള 3 കൂട്ടരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ 3 കൂട്ടരും സ്നാപക യോഹന്നാനോട് ചോദിച്ച ചോദ്യമാണ് ഈ ആഗമനകാലത്തിൽ നാം ഓരോരുത്തരും ഓരോ നിമിഷവും നമ്മോട് തന്നെ ചോദിക്കേണ്ടത്. ആ ചോദ്യം ഇതായിരുന്നു: ഞങ്ങൾ എന്ത് ചെയ്യണം? ഈ ഒരു റെഡിനെസ്സാണ് ഈ മാനസാന്തരത്തിന് വേണ്ട ആദ്യ മാനദണ്ഡം. നിങ്ങൾ ഉള്ളിൽ സൂക്ഷിക്കേണ്ട സ്നേഹത്തിൻ്റെയും മാനസാന്തരത്തിൻ്റെയും പുണ്യത്തിൻ്റെയും കഥകളൊക്കെ അവിടെ നിൽക്കട്ടെ. ആദ്യം ഉണ്ടാകേണ്ട ഒരു ചോദ്യം ഞങ്ങൾ എന്ത് ചെയ്യണമെന്നൊരു ചോദ്യമാണ്. സുവിശേഷത്തിന് വേണ്ടി, ക്രിസ്തുവിന് വേണ്ടി എന്താണ് നാം ഈ ഭൂമിയിൽ ചെയ്യാനായി മനസ്സിൽ ഉറച്ചു നിൽക്കുന്നത്? അങ്ങനെ ഞാൻ എന്ത് ചെയ്യണമെന്നൊരു ചോദ്യം ഈ ഭൂമിയിൽ നമ്മൾ ഓരോരുത്തരും ചോദിച്ചുകൊണ്ടേ നിൽക്കണം. എൻ്റെ ഈ ജീവിതാവസ്ഥയിൽ നിന്നുകൊണ്ട്, ഞാൻ ആയിരിക്കുന്ന ഈ ജീവിതാനുഭവങ്ങളിൽ നിന്നുകൊണ്ട് ദൈവത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, ക്രിസ്തുവിന് വേണ്ടി, എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, എനിക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യണം? ഈ ചോദ്യം ഒരു നിസ്സഹായതയോടുകൂടി ജനക്കൂട്ടരും ചുങ്കക്കാരും പടയാളികളുമൊക്കെ സ്നാപക യോഹന്നാനോട് ചോദിച്ചു. അപ്പോഴാണ് ഈ ഒരു പ്രാക്ടിക്കൽ വശം സ്നാപക യോഹന്നാൻ അവരോട് പറഞ്ഞത്. തുടർന്ന് സുവിശേഷം വായിക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് സ്നാപക യോഹന്നാനെ നോക്കി അവർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്: നീ മിശിഹായാണോ? ഇത് ചോദിക്കാതിരിക്കാൻ തക്കമില്ല. അതിന് കാരണം, ഇത്രയും കാലം ഇങ്ങനെയൊന്നും ആരും അവരോട് സംസാരിച്ചിട്ടില്ല. വളരെ പ്രാക്ടിക്കലായിട്ട്, വളരെ കൃത്യതയോടെ എന്താണ് ദൈവരാജ്യമെന്നും ആ ദൈവരാജ്യത്തിലേക്ക് എത്തിച്ചേരാൻ നാം എന്ത് ചെയ്യണമെന്നൊക്കെ വളരെ കോൺക്രീറ്റായിട്ട് ഒരാളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് മനസ്സിലാകുന്നുണ്ട്, ഇത് ആദ്യമായി കേൾക്കുന്ന വാക്കാണ്. ഇതുപോലെ ഇതിനു മുമ്പ് ആരും സംസാരിച്ചിട്ടില്ല, ഇനി സംസാരിക്കുമെന്ന് വലിയ ഉറപ്പൊന്നുമില്ല. അതുകൊണ്ട് അവൻ്റെ വാക്കുകൾ കേട്ട് അവർ ചോദിച്ചു, നീ മിശിഹായാണോ? വളരെ റിഫ്ലക്റ്റ് ചെയ്യേണ്ട ഒരു വാക്ക് തന്നെയാണ്. നമ്മൾ ഓരോരുത്തരും ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വാക്കുകൾ കേട്ട് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ നമ്മളൊരു ക്രിസ്തുവാണെന്ന്? നമ്മുടെ പ്രവൃത്തികൾ കണ്ട് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ നമ്മൾ മറ്റൊരു ക്രിസ്തുവായി ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ടെന്ന്? സ്നാപക യോഹന്നാൻ്റെ പ്രവൃത്തികളും വാക്കുകളൊക്കെ കണ്ടപ്പോൾ മനുഷ്യർ ചിന്തിച്ചത് ഇവൻ ക്രിസ്തുവാണെന്നാണ്. മറ്റൊരു ക്രിസ്തുവിനെ കണക്ക് അവൻ ജീവിച്ചു എന്നുള്ളതാണ് സ്നാപക യോഹന്നാൻ്റെ ഒരു പ്രത്യേകത. പ്രിയമുള്ളവരെ, ഒരു ക്രൈസ്തവ ജീവിതം ജീവിക്കുക എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ വാക്കുകളും നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രവൃത്തികളും വ്യത്യസ്തമായിരിക്കണം. മറ്റുള്ളവർ നമ്മളോട് ചോദിക്കണം, നിങ്ങൾ മറ്റൊരു ക്രിസ്തുവാണോ? ഇങ്ങനെ മറ്റുള്ളവർ പോലും നമ്മുടെ ജീവിതം തെറ്റിദ്ധരിക്കപ്പെടാത്തക്ക വിധത്തിൽ ഈ ഭൂമിയിൽ ഒരു ക്രിസ്തുവിനെ കണക്ക് ജീവിക്കുക എന്നുള്ളത് ഓരോ ക്രിസ്തുശിഷ്യൻ്റെയും ധർമ്മമാണ്. ആ ധർമ്മമാണ് സ്നാപക യോഹന്നാൻ ഈ ഭൂമിയിൽ ചെയ്തു തീർത്തത്. ഒടുവിൽ വളരെ വ്യക്തമായ സ്നാപക യോഹന്നാൻ പറയും, ഞാൻ നിങ്ങൾ ചിന്തിക്കുന്ന ആരുമല്ല, ഞാൻ വെറും അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ വന്ന ഒരു വെറും ശബ്ദം മാത്രമാണ്. ഞാൻ എന്താണെന്നും എന്തല്ല എന്നും വളരെ വ്യക്തമായി സ്നാപക യോഹന്നാൻ അറിയാമായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
ആദിയിലെ പാപത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ദൈവത്തെപ്പോലെ ആകാൻ ശ്രമിച്ചത് കൊണ്ട് അവർക്ക് പർദീസ് നഷ്ടപ്പെട്ടു. പുതിയ നിയമത്തിൽ സ്നാപയോഹനൻ വരുമ്പോൾ അതല്ല എന്ന് പറയുന്നത് മാത്രമല്ല, അവൻ എന്താണെന്ന് കൂടി അവൻ ഈ ഭൂമിയോട് പഠിപ്പിച്ചു. ഞാൻ വെറും ശബ്ദമാണ്, അവൻ്റെ ചെരുപ്പിൻ്റെ വാർ അഴിക്കാൻ പോലും കഴിയാൻ യോഗ്യതയില്ലാത്ത രീതിയിൽ ഞാൻ വളരെ ചെറിയവനാണ്. ദൈവത്തിന് മുമ്പിൽ ഈ നിസ്സഹായ നിൽപ്പാണ് നമ്മളെയൊക്കെ വലിയ മനുഷ്യരാക്കി തീർക്കുന്നത്. പ്രിയമുള്ളവരെയും, വലിയ നേട്ടങ്ങളുടെ കഥ പറയാൻ ജീവിതത്തിൽ നമുക്കുണ്ടാകും. വലിയ സമ്പാദ്യത്തിൻ്റെ കഥ പറയാൻ നമുക്ക് ജീവിതത്തിലുണ്ടാകും. നേടിയെടുത്തതും വെട്ടിപ്പിടിച്ചതുമായ ഒട്ടനവധി കാര്യങ്ങൾ ജീവിതത്തിലുണ്ടായിരിക്കുമ്പോഴും ഓർക്കണം, ഇതെല്ലാം അവൻ്റെ ദാനമാണ്. അതുകൊണ്ട് തന്നെ അവൻ്റെ ചെറുപ്പിൻ്റെ വാറഴിക്കാൻ പോലും യോഗ്യതയില്ല എന്നൊക്കെ പറഞ്ഞ് എവിടെയെങ്കിലുമൊക്കെ വിരിച്ച കരങ്ങളുമായി നിൽക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അവിടെയാണ് ഈ ആഗമനകാലത്തിൽ ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ ജനിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവകരുണയിൻ ഘനമാഹാത്മ്യം നാവാൽ വർണ്ണ്യമോ. ദൈവകരുണയിൻ ഘനമാഹാത്മ്യം നാവാൽ വർണ്ണ്യമോ. ദൈവകരുണയിൻ ഘനമാഹാത്മ്യം. ദേവസുതൻ പശുശാലയിൽ നരനായി അവതരിച്ചത് വെറും കഥയോ. ദേവസുതൻ പശുശാലയിൽ നരനായി അവതരിച്ചത് വെറും കഥയോ. ഭുവനമൊന്നാകെ ചമച്ചവനൊരു ചെറുഭവനവും ലഭിച്ചതില്ലെന്നോ. ഭുവനമൊന്നാകെ ചമച്ചവനൊരു ചെറുഭവനവും ലഭിച്ചതില്ലെന്നോ. ദൈവകരുണയിൻ ഘനമാഹാത്മ്യം നാവാൽ വർണ്ണ്യമോ. ദൈവകരുണയിൻ ഘനമാഹാത്മ്യം. പരമസമ്പന്നനി ധരണിയിലേറ്റം ദരിദ്രനായി തീർന്നു സ്വമനസായി. പരമസമ്പന്നനി ധരണിയിലേറ്റം ദരിദ്രനായി തീർന്നു സ്വമനസായി. നിരുപമ പ്രഭയണിയിരുന്നവൻ പഴന്തുണി ധരിച്ചതു ചെറിയ സംഗതിയോ. നിരുപമ പ്രഭയണിയിരുന്നവൻ പഴന്തുണി ധരിച്ചതു ചെറിയ സംഗതിയോ. ദൈവകരുണയിൻ ഘനമാഹാത്മ്യം നാവാൽ വർണ്ണ്യമോ. ദൈവകരുണയിൻ ഘനമാഹാത്മ്യം.
ചുമന്നവൻ ഗിരിമുകളേറി വിരിച്ചു കൈകാലുകളെ അതിന്മേൽ. കുരിശു ചുമന്നവൻ ഗിരിമുകളേറി വിരിച്ചു കൈകാലുകളെ അതിന്മേൽ. ശരിക്കിരുമ്പാണികൾ തറപ്പതിനായതു സ്മരിക്കുകിൽ വിസ്മയനീയം. ശരിക്കിരുമ്പാണികൾ തറപ്പതിനായതു സ്മരിക്കുകിൽ വിസ്മയനീയം. ദൈവകരുണയിൻ ധനമാഹാത്മ്യം നാവാൽ വർണ്യമോ. ദൈവകരുണയിൻ ധനമാഹാത്മ്യം നാവാൽ വർണ്യമോ. ദൈവകരുണയിൻ ധനമാ